നമസ്കാരം. പ്രധാന വാർത്തകൾ. എറണാകുളം പാലാരിവട്ടത്ത് 106 ഗ്രാം MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. കലൂർ, പാലാരിവട്ടം ഭാഗങ്ങളിലെ യുവാക്കൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന യുവാക്കളാണ് പിടിയിലായത്. പാലാരിവട്ടം സൗത്ത് ജനതാ റോഡ് പരിസരത്ത് നിന്നുമാണ് പത്തനംതിട്ട സ്വദേശിയായ അശ്വിൻ, കോട്ടയം സ്വദേശിയായ അക്ബർ ഖാൻ എന്നിവരെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് എസ്ഐയും ടീമംഗങ്ങളും നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കനത്ത മഴ സാധ്യത, നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഒറ്റപ്പെട്ട കനത്ത മഴ സാധ്യത നാളെയും തുടരുന്നതിനാൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച കുട്ടികൾക്ക് ക്ലാസ് വെക്കേണ്ടതില്ല എന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യെ നിർദ്ദേശം നൽകുകയായിരുന്നു. ജില്ലയിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അറിയിപ്പ് ബാധകമല്ല. സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോയി, വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. എറണാകുളം കൂത്താട്ടുകുളത്ത് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മൂവാറ്റുപുഴ SNDP സ്കൂളിലെ +1 വിദ്യാർത്ഥി കെവിനാണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരമായിരുന്നു സംഭവം. സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടെ കെവിൻ കുളത്തിൽ മുങ്ങി പോവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി കെവിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് കൂത്താട്ടുകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജനനേന്ദ്രിയത്തിനേറ്റ ക്ഷതം മരണകാരണം. സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരിവെള്ളൂർ സ്വദേശി അജയനാണ് മരിച്ചത്. ജനനേന്ദ്രിയത്തിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മർദ്ദനമേറ്റതിനെ തുടർന്ന് അജയൻ ചികിത്സ തേടിയത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. സുഹൃത്തുമായുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റെന്ന് അജയ് ഭാര്യയോട് സൂചിപ്പിച്ചിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. BJP സംസ്ഥാന നേതൃയോഗം മുരളീധരനും K സുരേന്ദ്രനും ക്ഷണമില്ല. തൃശൂർ നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കിയതായി പരാതി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരൻ, K സുരേന്ദ്രൻ, CK പത്മനാഭൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം നേതാക്കളെ ഒഴിവാക്കുകയാണ് എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. അതിനിടെയാണ് തൃശൂരിൽ നടക്കുന്ന BJP സംസ്ഥാന സമിതിയിൽ നിന്ന് മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സുപ്രധാന യോഗത്തിൽ V മുരളീധര പക്ഷം നേതാക്കളെ ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്.